മലയാളിയുടെ കണ്ണിൽ നിന്ന് ആ മുഖം മാഞ്ഞിട്ട്, ആ ശബ്ദം കേട്ടിട്ട്, ആ ചൂണ്ടുവിരൽ കണ്ടിട്ട് ഒരു വർഷം. 85-ാം വയസ്സിലും വിശ്വസിച്ച രാഷ്ട്രീയത്തിനു വേണ്ടി തെരുവിലിറങ്ങിയ ഒരാൾ, 95-ാം വയസ്സിലും ജനമനസ് വായിച്ച ഒരാൾ, 102 വർഷത്തെ തീപിടിച്ച ജീവിതം കൊണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ മനസാക്ഷിയായി മാറിയ മഹാമനുഷ്യൻ. ആണ്ടൊന്നു തികയുമ്പോഴും VS-നെ കുറിച്ചുള്ള മലയാളികളുടെ ഓർമ്മകൾക്ക് മങ്ങലില്ല. ജനങ്ങളിൽ നിന്നകലുന്ന ഏതൊരു നിമിഷത്തിലും പാർട്ടിയെ തിരികെ വിളിക്കാൻ, പിഴച്ചു പോകുന്നുവെന്ന് നെഞ്ചുവിരിച്ച് പറയാൻ ഒരു VS വേണമായിരുന്നുവെന്ന് ഇന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അധികാരവും ജനങ്ങളും തമ്മിലുള്ള ദൂരം കൂടുമ്പോൾ അത് ചൂണ്ടിക്കാട്ടാൻ, പാർട്ടിയെ അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു തിരുത്തൽ ശക്തിയുടെ അഭാവം ഇന്ന് VS-ന്റെ പാർട്ടി അനുഭവിക്കുന്നു. VS എന്നാൽ വിയോജിക്കാനുള്ള ധൈര്യമായിരുന്നു. ആ രണ്ടക്ഷരം ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു. ആ ധൈര്യവും ആ ശാഠ്യവുമാണ് ഇന്ന് പാർട്ടിയിൽ നിശബ്ദമായി പോയത്. സഖാവേ എന്ന് നാട് ആർത്തു വിളിച്ചപ്പോഴെല്ലാം നിവർന്നു നിന്ന ഒരാൾ, ഒറ്റയ്ക്കായി പോയപ്പോഴും കൂട്ടം തെറ്റാതെ നിന്ന ഒരാൾ, തോറ്റപ്പോഴും തോൽക്കാതെ നിന്ന ഒരാൾ ഇന്ന് ആ വലിയ കസേര ഒഴിഞ്ഞു കിടക്കുന്നു. ആ ശബ്ദം നിലച്ചു പോയിരിക്കുന്നു. പക്ഷേ ആ നിലപാടുകൾ, ആ തീ പടർത്തിയ വീര്യം, ആ ജീവിതം അതൊരോർമ്മയല്ല, അതൊരാഹ്വാനമാണ്. വഴിവിഴച്ചു പോയിടാതെ മിഴിതെളിച്ച് നോക്കുവാൻ പാർട്ടിയോടും ഓരോ സഖാവിനോടുമുള്ള ആഹ്വാനം. ആണ്ട് തികയുമ്പോഴും VS വിസ്മൃതിയുടെ ഇരുട്ടിലേക്ക് മാഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും ഒരു ജനത അദ്ദേഹത്തെ ഓർക്കുന്നു, ഒരു പ്രസ്ഥാനം അദ്ദേഹത്തെ തേടുന്നു. സേഫ് സൈനുലാബ്ദീൻ, മീഡിയ 1, കൊച്ചി.